അതുവരെ പേഷ്യന്റ് ജീവിച്ചിരിക്കണമെന്നുമില്ല. ഒരു വലിയ തുക തന്നെ ആവുമെന്നാ കേട്ടത്. എന്റെ ചേച്ചി വീട് പണിയൊക്കെ ചെയ്താ സാറേ കുടുംബം നോക്കുന്നത്. ഭർത്താവ് വർഷങ്ങളായിട്ട് കിടപ്പില്ല. എനിക്കാണെങ്കിൽ തൊണ്ട് തല്ലുന്ന പണിയാ. ചേട്ടനെ നോക്കാൻ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ആ പണിക്കും പോവാൻ പറ്റണില്ല. ശരി, എങ്കിൽ എന്റെ ഒരു സുഹൃത്തിന്റെ ഷോപ്പിലേക്ക് ചെന്നാ മതി. അത് ഈ സുധേവൻ കൊണ്ടുപോകും. ഒരു 2000 രൂപ കുറച്ച് ഞാൻ വാങ്ങിത്തരാം. അതുപോലെ വലിയ ഉപകാരം സാറേ. സുധേവ, എഡ്വിനോട് സംസാരിച്ച് കാര്യങ്ങൾ ശരിയായി കൊടുക്കും. അത് ചെയ്യാം സാർ. പാവങ്ങളല്ലയോ? വേണ്ട പോലെ ചെയ്യാം സാറേ. ഇയാള് വേണ്ട ചെയ്തരും കേട്ടോ. ഇപ്പൊ ഈ രക്തത്തില് സൂപ്രണ്ടിനും പങ്കുണ്ട്. നിങ്ങളൊന്നും പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. കിറ്റ് വാങ്ങിക്കാനുള്ള പണം മാത്രം കൊണ്ടുവന്നാ മതി. അല്ല, മക്കളുടെ പ്രവൃത്തി കൊണ്ട് ഇവിടെ എത്തി എന്നും മനസ്സിരുത്തി പറയുന്നതാവും കുറച്ചുകൂടി ഇണങ്ങുന്നത്. മനസ്സിലായില്ല. ഉദ്ദേശിച്ച ആളുടെ ലക്ഷ്യം കൃത്യമായില്ല, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എനിക്ക് സംഭവിച്ചത് ആക്സിഡന്റ് അല്ല എന്നാണോ ഈ പറഞ്ഞു വരുന്നത്? നടന്നത് ആക്സിഡന്റ് തന്നെ, പക്ഷേ അതിനുശേഷം നടന്നത് നാടകീയമായ രംഗങ്ങളാണ്. ഒരച്ഛനും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം അതാ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. നിങ്ങൾ ഈ പറയുന്നൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. ആക്സിഡന്റിൽപ്പെട്ട് അബോധാവസ്ഥയിൽ കാറിൽ തന്നെ ഇരുന്ന സാർ എങ്ങനെ അപ്പുറത്തുള്ള കുഴിക്കുള്ളിൽ വീണു? ആക്സിഡന്റിൽ തെറിച്ചു വീണാലും കാറിന് തൊട്ടടുത്ത് കിടക്കണ്ടേ സാറേ? ആരും ശ്രദ്ധിക്കാത്ത വലിയ കുഴിയിലേക്ക് എങ്ങനെ വന്നു വീണു? ആൾക്കാര് ആരും കാണാതെ ചോര വാർന്ന് മരിക്കട്ടെ എന്ന് കരുതിയായിരിക്കും സാറിനെ അവിടെ കൊണ്ടുവന്നിട്ട ആളിന്റെ ലക്ഷ്യം. എങ്കിലവിടെ കൊണ്ടുവന്നിട്ടത് ആര്? അന്വേഷണം ചെന്ന് നിന്നത് ഞങ്ങളെപ്പോലും ഞെട്ടിച്ച ആളിലാണ്. ആരാ എന്നെ കൊല്ലാൻ നോക്കിയത്? മറ്റാരുമല്ല, സ്വന്തം ചോര തന്നെയാണ്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് മക്കളുടെ ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറയല്ലേ എന്ന്. നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? അച്ഛനെ കൊല്ലാൻ നോക്കിയത് സ്വന്തം മകൻ തന്നെയാ, ശിവൻ. ഇല്ല, എന്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് ആള് തെറ്റിയതാ. അതെ സാറേ, അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾക്ക് ആള് തെറ്റിയതാ. അതൊക്കെ നിങ്ങളുടെ വെറും തോന്നല. അത് നിങ്ങളുടെ വിശ്വാസം. പക്ഷേ കൊല്ലാനായി ശിവൻ നിങ്ങളെ എടുത്തിടുന്നതിന് ദൃക്സാക്ഷിയുണ്ട്. ഡോ, അയാളെ ഇനി വിളിക്കടോ. സർ, ഇങ്ങോട്ട് നീങ്ങി നിൽക്കടോ. പറയടോ, കഴിഞ്ഞ ദിവസം രാത്രി താൻ എന്താ കണ്ടത്? സാറേ, എന്റെ പേര് സജീവ്. ഞാനൊരു വർക്ക്ഷോപ്പ് പണിക്കാരനാണ്. ശിവനന്റെ വർക്ക്ഷോപ്പിൽ 1-2 വട്ടം വണ്ടി പണിയാനൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആളെ നന്നായിട്ടറിയാം. അന്ന് വർക്ക്ഷോപ്പിൽ ഇത്തിരി പണി കൂടുതലുണ്ടായിരുന്നു. അതാന്ന് താമസിച്ചത്. അപ്പോഴാണ് ഞാനത് കണ്ടത്. കാറിൽ നിന്നും സാറിനെ ശിവൻ എടുത്ത് കുഴിയിലേക്ക് ഇടുന്നത്. സാറാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും വള്ളിക്കെട്ടായാലോ എന്ന് കരുതി ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് പോയി കളഞ്ഞു. ഓപ്പറേഷൻ സക്സസ്. സുധാകരനെ എഴുന്നേറ്റ് നടക്കും. ഒന്ന് 2 മാസത്തെ താമസം ഉണ്ടാവും പൂർണ്ണമായിട്ട് ശരിയാവാൻ. എന്തായാലും ആളിന് മുമ്പത്തെ പോലെ സെറ്റായി നടക്കാൻ കഴിയും. എല്ലാം ഈശ്വരാനുഗ്രഹമാണ്. ഇങ്ങനൊരു വാക്ക് കേൾക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ലോ. എല്ലാവരുടെയും പ്രാർത്ഥന സർവേശ്വരൻ കേട്ടു എന്ന് വിചാരിച്ചാൽ മതി. ഡോക്ടർ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഈ സന്തോഷത്തിന്? ഡോക്ടർക്ക് ഒരു സന്തോഷം വരണമല്ലോ. ഓ, അതൊന്നും വേണ്ട. എന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന സേവനം തന്നെയാണ്.
ഒരു രോഗിയെ രക്ഷപ്പെടുത്തുമ്പോൾ കിട്ടുന്ന പുണ്യം അത് മാത്രം മതി എനിക്ക്. മറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും. ആയുസ്സും ആരോഗ്യവും ഉണ്ടായാലല്ലേ എനിക്ക് ഇനി ഇതുപോലെ പാവങ്ങളെ സഹായിക്കാൻ പറ്റൂ. ഡോക്ടർക്ക് എന്തായാലും ആയുസ് കൂടുതലായിരിക്കുന്നേ. ഡോക്ടർ അത്രയ്ക്ക് സേവനങ്ങളാണല്ലോ പാവങ്ങൾക്കായി ചെയ്യുന്നത്. കുമാരേട്ടനെ പോലുള്ളവരാ ഈ രാജ്യത്തിന്റെ മാർഗദീപങ്ങൾ. ഞങ്ങളെപ്പോലുള്ളവർ കാണിക്കുന്ന കാരുണ്യവും നന്മയും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ളവരാ. ഡോക്ടർ ശരിക്കും പാവങ്ങൾക്കൊരു വഴികാട്ടിയ. എന്താ കുട്ടിയുടെ പേര്? സീത. നല്ല പേര്. ആളും മോശമല്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇതുപോലൊരു സർക്കാർ ആശുപത്രിയിൽ നിൽക്കേണ്ട ആളല്ല. പാവപ്പെട്ടവരെ സേവിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇതുപോലുള്ള ഹോസ്പിറ്റലിൽ ചോദിച്ചു വാങ്ങിച്ചെടുത്തതാ. അതുകൊണ്ടാ ആതുര ശുശ്രൂഷ രംഗത്ത് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും നല്ല ജനപ്രിയ ഡോക്ടറിനുള്ള അവാർഡ് എനിക്ക് നേടാൻ കഴിഞ്ഞത്. വീട് ഇവിടെ തന്നെയാണോ, ഈ സിറ്റിക്കകത്ത്? അതെ, ഈ സിറ്റി തന്നെ ഭരിക്കുന്നത് ഞാനല്ലേ. അതെന്താ അങ്ങനെ പറഞ്ഞത്? ആ അത് പിന്നെ ഡോക്ടറെ, മുനിസിപ്പാലിറ്റിയില് അടിച്ചു വാരാനൊക്കെ സീത കൂടി പോവും. ആ ഓർമ്മയിൽ പറഞ്ഞതാ. ഓ, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ സുധാകരനെ കൂട്ടി വരണം. എന്റെ സ്പെഷ്യൽ നോട്ടം സുധാകരനിലുണ്ടാവും.